ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഒരു ചേന വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചേന തീയിലാണ്. ഊണൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ വലിയ സ്പെഷ്യലൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു 1/4 കിലോയോളം ചേനയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിനെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇടാണ്. ഒപ്പം 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. പിന്നെ നമ്മുടെ കൊണ്ടാട്ടമുളക് അച്ചാറിൻ്റെയും അതുപോലെ തന്നെ പുളിയിഞ്ചി അച്ചാറിൻ്റെയും സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ 7736751166 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ടെക്സ്റ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ചേനയൊക്കെ ഒന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊന്നും ഒഴിക്കണ്ട, ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു 4-5 വറ്റൽമുളക് നമ്മൾ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ വറുത്ത് ഏകദേശം നല്ലൊരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആകെ ഇതിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി മാത്രം ചേർക്കുള്ളൂ. അപ്പോൾ മുഴുവൻ മല്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മല്ലി ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ തേങ്ങ വറുക്കണതിൻ്റെ കൂട്ടത്തിൽ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉലുവയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. പൊടിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടുന്ന ആ ഒരു സമയം വരെ. അത് കഴിഞ്ഞ് തണുത്തതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ അല്പം വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ കറിക്കൊക്കെ അരക്കില്ലേ അതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ വെള്ളം ചേർത്തിട്ട് അരയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം ആ ചെറു ചൂടോടുകൂടി ചെറിയ മിക്സിക്കകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. ഈ ഒരു സമയത്ത് ചേനയൊക്കെ നന്നായിട്ടൊക്കെ വെന്തിട്ടുണ്ട്. അത് ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഈ അരപ്പും അതുപോലെ തന്നെ അരപ്പിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു നമ്മളുടെ ഗ്രേവിയുടെ ആ ഒരു തിക്നെസ്സിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള വാളംപുളി പിഴിഞ്ഞ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പോരായ്മയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. കാരണം ചേനയിലൊക്കെ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് തിളച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ അതിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഈ കറി ഒന്ന് താളിക്കണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക്, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുക. ഇതൊക്കെ റെഡിയായി കഴിയുമ്പോൾ ഞാൻ ഈ താളിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. വലിയ പണിയൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് കഴിയണ കറിയാണ്. ഊണിന് ഇതും ഒരു പപ്പടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കറിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചേന തീയലും കൂട്ടി ഊണ് കഴിച്ചിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.